രേണുസുതിയെ പോസിറ്റീവായിട്ട് സംസാരിച്ചപ്പോൾ രേണുസുതി കമന്റ് ചെയ്തു. ശരി, ബാക്കി പറ. ന്യൂസ് ചാനൽസിന്റെ താഴെ ഏതൊക്കെ ചാനലാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം. ഞങ്ങൾക്ക് എന്തിനാ കണ്ടുപിടിക്കുന്നേ? നിങ്ങളല്ലേ നിങ്ങളുടെ സൈഡ് ന്യായീകരിക്കാൻ വന്ന് നിൽക്കുന്നേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ കാണാം. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞതൊന്നും തോന്നുന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച, ഹരാസ് ചെയ്യിച്ച പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാ വന്നിരുന്നു ഈ വിശദീകരണം നൽകുന്നേ? നമ്മൾ ആരും ചോദിച്ച വിശദീകരണം നമ്മളെ നെറ്റ് പറഞ്ഞ വായിക്കുന്നതിൽ ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. എന്റെ കണ്ണുകൾ നോക്കിയിട്ട് കള്ളം പറയുന്നു, ഭയങ്കര കോൺഫിഡൻസ് കാണാൻ സാധിക്കുന്നില്ലേ? കണ്ണുകളിൽ നോക്കിയിട്ട് കോൺഫിഡൻസോ? ആ കണ്ണുനീരൊന്ന് തുടച്ചിട്ട് പറയാമോ അതങ്ങ്? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കട്ടെ, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും കമന്റ് ചെയ്യുക, കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ചെയ്യുക. കൂടുതലായി എടുക്കുന്ന നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ പ്രിയങ്കരിയായ രേണുസുതി കടന്നു വരികയും രേണുസുതിയെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഷാരിക എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവർ, ഒരു ഹോസ്റ്റ് ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്തു. ഇതിനകത്ത് ഈ ഷാരിക എന്ന് പറയുന്ന ആള് രേണുസുതിയോട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തീ തുപ്പുന്ന ശരങ്ങൾ പോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷെ ആ ശരം ഇങ്ങനെ പോയിട്ട് നേരെ തിരിഞ്ഞൊന്ന് പുള്ളിക്കാരുടെ ദേഹത്ത് തന്നെ തറച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ചോദിച്ച ചോദ്യങ്ങളോടൊന്നും നമുക്ക് എതിർപ്പില്ല, പക്ഷെ ആ ചോദ്യങ്ങൾ അവതരിപ്പിച്ച രീതിയോടാണ് എതിർപ്പുള്ളത്. അപ്പോൾ ഈ ഇന്റർവ്യൂ വലിയ രീതി വൈറലായി, ഒരുപാട് റിയാക്ട് ചെയ്തു, ആൾക്കാർ റിയാക്ട് ചെയ്തു. ഞാൻ റിയാക്ട് ചെയ്തില്ല, വെറുതെ രേണുസുതിനെ അവരാധിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് ഞാൻ അവരെ ഒഴിവാക്കിയതാണ്. ഞാൻ റിയാക്ട് ചെയ്തില്ല. പക്ഷേ ഈ ഇന്റർവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ കാരണം ഇവരുടെ അവതരണ ശൈലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവരോട് പേഴ്സണലി ഒരു പ്രശ്നമില്ല കേട്ടോ, ഇവർ ശരിക്കും നല്ല ആളാണെന്നാണ് പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇവരോട് ഒരു പ്രശ്നമില്ല, പക്ഷേ ഇവരുടെ അവതരണ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഇവർ അതിഭീകരമായി ഏറെക്കയറി 7000-ഓളം പേര് ഇവർക്ക് നെഗറ്റീവ് കമന്റുമായിട്ടൊന്നും 7000 നെഗറ്റീവ് കമന്റ്. ഈ 7000 കമന്റൊക്കെ എൻ്റെയൊക്കെ കമന്റ് ബോക്സ് വന്നാൽ ഞാൻ ആരായനെ? നെഗറ്റീവ് കമന്റുകൾ വന്നു. പുള്ളിക്കാരി അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നു. ഷാരിക പറഞ്ഞ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേൾക്കാം. ഇത് ദീർഘിപ്പിക്കുന്നില്ല. അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകളിൽ, എന്റെ ന്യൂസ് ചാനലുകളിൽ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയെന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചത്. ഇവര് മലയാളികൾ, പല ആൾക്കാരും രേണുസുതി റീൽസിൽ പ്രത്യക്ഷപ്പെട്ട കാലം മുതൽ മലയാളികൾ രേണുസുതിനെ അപരാധം പറഞ്ഞു. ആ സമയത്തെല്ലാം ഇവരുടെ മറ്റ് ചാനലുകളിൽ വന്നിട്ട് എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞിട്ട് രേണുസുതിയെ നല്ലത് പറഞ്ഞു. നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ. മറ്റ് ചാനലുകൾ വന്ന് രേണുസുതിയെ എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ് നല്ലത് മാത്രം പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ബാക്കി പറ. സോ അങ്ങനെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ രേണുസുതി ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലാണെന്ന് രേണുസുതി കമന്റ് ചെയ്തത്. താങ്ക് യു ഷാരിക എന്ന് പറഞ്ഞ രേണുസുതി ഒരുപാട് വട്ടം കമന്റ് ചെയ്തു. രേണുസുതിനെ പലതവണ പോസിറ്റീവായിട്ട് സംസാരിച്ചു. പോസിറ്റീവായിട്ട് സംസാരിച്ചത് കണ്ടിട്ട് രേണുസുതി അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്തു, താങ്ക്സ് ഷാരിക എന്ന് പറഞ്ഞിട്ട്. രേണുസുതിയെ പോസിറ്റീവായിട്ട് സംസാരിച്ചപ്പോൾ രേണുസുതി കമന്റ് ചെയ്തു. ശരി, ബാക്കി പറ. ന്യൂസ് ചാനൽസിന്റെ താഴെ ഏതൊക്കെ ചാനലാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം. ഞങ്ങൾക്ക് എന്തിനാ കണ്ടുപിടിക്കുന്നേ? നിങ്ങളല്ലേ നിങ്ങളുടെ സൈഡ് ന്യായീകരിക്കാൻ വന്ന് നിൽക്കുന്നേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ കാണാം. നമുക്ക് ഒരു ആവശ്യമില്ല ഇത് കണ്ടുപിടിക്കണം എന്നുള്ളത്. ബാക്കി പറ. സോ ഫൈൻ. ഞാനും രേണുസുതിയും ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ ശത്രുതയൊന്നുമില്ല. രേണുസുതിയെ തെറി പറയാത്ത 1,00,000 പേരിൽ, അല്ലെ തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. അതാണോ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഒരു ഡെഫിനിഷൻ? ഞാനും ഇന്റർവ്യൂവിന് മുമ്പേ ഞാനും രേണുസുതിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അല്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് നെഗറ്റീവ് പറയാത്ത ഒരാളാണ് ഞാൻ. ബാക്കി പറ. സോ അങ്ങനെ ഇരിക്കുകയാണ് രേണുസുതിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു. രേണുസുതിയെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറോട് ചോദിച്ചു, ഞാൻ അവരെ പല ചാനലുകളിൽ പോസിറ്റീവായിട്ട് പറയുന്ന ഒരാളാണ്, ഞാൻ വന്നിരുന്നത് ചെയ്യണോ? അപ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു, ഈ ഷോയുടെ ഒരു ഫോർമാറ്റ് ഷാരിക്ക് അറിയാലോ, ഷാരിക്ക് പലതവണ നമ്മുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ളല്ലേ, ഹോട്ട് സീറ്റ് ചോദ്യങ്ങൾ ശരം പോലെ വർഷിച്ചതല്ലേ, അതാണ് എൻ്റെ സ്റ്റൈല്, ഷാരിക വരണമെന്ന് പറഞ്ഞു. ഷാരിക വരണമെന്ന് പറഞ്ഞപ്പോൾ രേണുസുതി വന്നു. രേണുസുതി വരാൻ ഇതിനകത്ത് പ്രധാനമായി കാരണങ്ങൾ, നിങ്ങൾ മറ്റു പല ചാനലുകളിൽ ഇരുന്ന് അവരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു, ആയതിനാലായിരിക്കാം അവർ വന്നത് എന്ന് കൂടെ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ, അതിലൊക്കെ നമുക്ക് പോവാം. അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഷീ സച്ച് എന്താ പറയുക ബോൾഡ് ലേഡി. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ, അവരോട് രേണുസുതി അറിയിച്ചിരുന്നു.
ഞാനായതുകൊണ്ട്, ശാരീരിക ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി വരുന്നതെന്ന് അറിയിച്ചു. അതിനുള്ള കാരണമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഒരു പക്ഷേ മറ്റു പല ചാനലുകളിൽ എന്നെ പോസിറ്റീവായിട്ട് സംസാരിച്ച ഒരാൾ എന്ന നിലയിലായിരിക്കും അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ മാനിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ. പിന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരുടെ പൂർണ്ണ സമ്മതത്തോടെ ചോദിച്ചതെന്ന്. മുമ്പേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്തായിരുന്നോ? അപ്പോൾ ഇതെങ്ങനെ ഹോട്ട് സീറ്റ് ആകുന്നത്? ഇതൊരു ഡ്രാമ ആയിട്ടല്ലേ ആവത്തുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ശരം പോലെ വർഷിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ശരം പോലെ ഉത്തരം പറയാന്നുള്ളതല്ലേ. ഓരോ ക്വസ്റ്റ്യൻസും അവരുടെ അനുമതിയോടെ ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അവരോട് ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്നല്ലേ എൻ്റെ അർത്ഥം. അതിന് വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ചുമ്മാ പറഞ്ഞാണെന്ന് അറിയില്ല. ബാക്കിയേക്കാം. ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ്. ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞതൊന്ന് തോന്നുന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലപാടില്ലാത്ത പ്രേക്ഷകർ. ഓക്കെ, ഇനി നമുക്കൊന്ന് ഫ്ലാഷ് ബാക്ക് ചിന്തിക്കാം. ഈ പുള്ളിക്കാരി ഫോക്കസ് TV എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട്, അല്ലെങ്കിൽ മറ്റ് പല വാർത്താ യൂട്യൂബ് ചാനലിൽ പോയിട്ട് രേണുസുതി അടിപൊളി, രേണുസുതി സൂപ്പർ, രേണുസുതി ഫാന്റാസ്റ്റിക്, അവർ വുമൺ എംപവർമെന്റ്, ഇവരെന്നെ മുമ്പേ പറഞ്ഞാണ് എന്ന് പറയുന്നുണ്ട്. നേരെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് വന്നു, നിങ്ങൾ കുളിപ്പുണ്ടോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, നിങ്ങളെ സുധിച്ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഡ്രൈവർ ചെയ്യത്തില്ലായിരുന്നോ, നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത്, നിങ്ങളുടെ മകൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അതിനുശേഷം വീണ്ടും ഇവരുടെ സ്വന്തം ചാനലിൽ വന്നിട്ട് നെഗറ്റീവ് വന്നപ്പോഴത്തേനും രേണുസുതിയെ തെറി പറഞ്ഞ മലയാളികളല്ലടാ നിങ്ങൾ, ഞാൻ തെറി പറയാത്ത പോസിറ്റീവ് മാത്രം പറഞ്ഞ ഒരാളാണ്. എവിടെ നിലപാട് ആർക്കാണ്? നമുക്കോ ആരെക്കുറിച്ച് ഈ നിലപാടിൻ്റെ കാര്യം പറഞ്ഞേ? മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഈ ബിഗ് ബോസ് നടന്ന സമയത്ത് ഈ പുള്ളിക്കാരി പല സമയത്തായിട്ട് ജാസ്മിനെ അഘോരാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ആ വാക്ക് ശരിയാണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ജിൻഡോ കപ്പടിച്ചപ്പോൾ റോഹൻ ഈ ജിൻഡോയെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ജിൻഡോ 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 എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി വന്നയാളാണ് ഇവര്. ജാസ്മി മറ്റേ തുമ്മിയ കാര്യം വരെ ഇങ്ങനെ അച്ചി എന്ന് തുമ്മിയത് അല്ല, ഇങ്ങനെ വെച്ചിട്ട് അച്ചി എന്നാണ് തുമ്മിയതെന്ന് പറഞ്ഞ് ഒരാള് നിലപാടിനെ കുറിച്ച് സംസാരിക്കില്ലേ? നിലപാടിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് നീ എങ്കിലും വേണം, എന്നാലേ നിലപാടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. ബാക്കി പറ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 ലക്ഷം പേരാണ് 3 ദിവസത്തിനുള്ളിൽ അത് കണ്ടത്. അത് ഏതാണ്ട് ഇനി 1 മില്യൺ അടിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ 7000 പേരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. രേണുസുതിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്, ബിക്കോസ് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്നിലൂടെയെങ്കിലും രേണുസുതി, അതായത് ഇന്റർവ്യൂവിന്റെ തൊട്ടടുത്ത മൊമെന്റ് വരെയും അവരുടെ ക്ലിപ്പ് ബൈറ്റ്സ് എടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് രേണുസുതി ഇപ്പൊ വലിയ നല്ലതാണ്, രേണുസുതി നേരത്തെ നല്ലത് തന്നെയാണ്, രേണുസുതി മോശക്കാരി അല്ലായിരുന്നു, പക്ഷെ അവരെ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെയും ലക്ഷ്മി നക്ഷത്രയുടെയും അവരോടൊപ്പം അഭിനയിക്കുന്ന ആൾക്കാരുടെയും ദാസേട്ടന്റെയും ഒക്കെ പേര് വലിച്ചടിച്ചുകൊണ്ട് രേണുസുതി രണ്ടാമത് കെട്ടിക്കാൻ നടക്കുന്നു. ആ രേണുസുതി മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച, ഹരാസ് ചെയ്യിച്ച പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാ വന്നിരുന്ന വിശദീകരണം നൽകുന്നേ? നമ്മൾ ആരെങ്കിലും ചോദിച്ച വിശദീകരണം നമ്മളെ നെഗറ്റീവ് പറഞ്ഞാൽ വിടത്തില്ലായിരുന്നു. അതായത് രേണുസുതിക്ക് ഇത്രയും നെഗറ്റീവ്, രേണുസുതിയുടെ ഇത്രയും നെഗറ്റീവായിട്ട് ഒരാൾ പറഞ്ഞപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇയാളെ തെറി പറഞ്ഞു. അതിലെന്താണ് പ്രശ്നം? രേണുസുതിയുടെ നെഗറ്റീവ് അവർ മാറ്റിക്കോളും. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ? രേണുസുതിനെ നമ്മൾ കുറ്റം പറയണം, അതാണോ വേണ്ടത്? അതോ അവരെ പോസിറ്റീവായിട്ട് പറഞ്ഞതാണ് ഇപ്പൊ പ്രശ്നം? അതോ നിങ്ങൾ ഇതെന്താണ് പ്രശ്നം? എന്താണ്? ബാക്കി പറഞ്ഞു ഞാൻ. പക്ഷേ ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ, ആ പൊട്ടന്മാരാണ് ഈ 7000 പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ നെഗറ്റീവ് ഇട്ട 7000 പേര് ആട്ടം കാണാതെ താളം തുള്ളുന്ന പൊട്ടന്മാരാണ് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരി നെഗറ്റീവ് പറയുന്നവരെല്ലാം പൊട്ടന്മാര്. പുള്ളിക്കാരി എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ശാരിക സൂപ്പർ എന്ന് പറയുന്നവരെല്ലാം ബുദ്ധിയുള്ളവര്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ബാക്കി പറ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ 2 പറയണമല്ലോ, വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത്. മൈത്രേന്റെ താഴെ വന്നിട്ട് 2 പറയണമല്ലോ. എനിക്കൊന്നും പറയേണ്ട ഒരു കാര്യമില്ല, പക്ഷെ 2 പറയണമല്ലോ. നല്ലതാ, 2 പറയണം. നമ്മൾ 7000 നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു കാര്യമെന്ന് മനസ്സിലാക്കുക. ഈ പ്രേക്ഷകരെ പൊട്ടന്മാര്, വട്ടന്മാര്, നിലപാടില്ലാത്തവന്മാര്, ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്കൊക്കെ എന്താന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രേക്ഷകർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ യൂട്യൂബിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കുറെ ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, ഞാൻ ഇടും, നീയൊക്കെ കണ്ടോണം, കൂടുതൽ ചലക്കാൻ നിൽക്കണ്ട എന്നൊരു സാമാനമുണ്ട്. അങ്ങനെയല്ല. ഈ പ്രേക്ഷകർ പിന്മാറിയാൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല. മെജോറിറ്റി ആൾക്കാർ നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 100% ആളുകളെയും സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്ന കാര്യമേ അല്ല. മെജോറിറ്റി ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോരായ്മ മനസ്സിലാക്കി നിങ്ങളത് തിരുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇല്ല നീയൊക്കെ പൊട്ടന്മാര്, വട്ടന്മാര്, ഞാൻ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞത്. ബാക്കി പറ. വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്. മൈത്രേന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ 10,000, 2,000, 3,000 കമന്റ് വന്നു. പക്ഷെ അതിൽ ഇരട്ടി എനിക്ക് കിട്ടി. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. നെഗറ്റിവിറ്റി ഇപ്പൊ ഹാപ്പിയാ? എന്നാ പിടിച്ചോ, ഞാനെന്താണ് നെഗറ്റീവ് എടുത്തോ, കൊണ്ടുപോ. ബട്ട്
അതിലെനിക്ക് മറുപടി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് മൈത്രേനെ ഒരുപാട് പേര് നേരത്തെ തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ ആരാധകരുണ്ട്, അതായത് ഒരു ഷോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ രേണുസുതിയെ ഈ 100 പേര് തെറി പറഞ്ഞാൽ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 99.5% ആൾക്കാർ അവർ തെറി പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. രേണുസുതിക്ക് നാണമില്ലേ? എന്തിന് പ്രായമായ അമ്മച്ചിമാർ വരെ അവരെ റെക്കോർഡിംഗ്സ് വരെ കേൾക്കാം നമുക്ക്. മൊബൈൽ റീചാർജ് ചെയ്തിട്ട് ഈ കാണുന്ന ഇവരുടെ കോപ്രായമാണെന്ന് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. അപ്പോ ഇങ്ങനെ അവർക്ക് സ്ഥലം കൊടുത്തോർത്ത് ലജ്ജ തോന്നുന്നു. അങ്ങനെ പലവരും പല അലിഗേഷൻസും പറയുന്നു. അവരെല്ലാവരും ഇപ്പൊ മൊബൈൽ റീചാർജ് ചെയ്ത് വന്നിരുന്ന് എന്നെ തെറി വിളിക്കുന്നു. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? ഉളിപ്പുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? അതായത് ആള് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ രേണുസുധീനെ കുറ്റം പറഞ്ഞു, നമ്മൾ കുറെ ആളുകൾ, നമ്മൾ പബ്ലിക് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ റീചാർജ് ചെയ്തിരുന്ന് എന്നെ തെറി പറയുന്നു. നിങ്ങൾക്ക് നാണമുണ്ടോ? ഉളിപ്പുണ്ടോ? ശരിക്കും നിങ്ങൾ രേണുസുധിക്ക് പോസിറ്റീവ് ആകാനായിട്ടല്ലേ ഫോക്കസ് ടിവിയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ? ഇപ്പൊ പോസിറ്റീവ് ആയതായോ കുഴപ്പം? അതോ നമുക്ക് നെഗറ്റീവ് വന്നുകൊണ്ട് അവരെ എങ്ങനെയും വീണ്ടും ഒന്ന് സൈബർ ബുള്ളിങ്ങിലോട്ടൊന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാമെന്നുള്ളതാണ്. പക്ഷെ ഞാൻ നിങ്ങളെക്കുറിച്ചൊന്ന് എനിക്കറിയാവുന്ന ആളോട് ചോദിച്ചിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞത് നിങ്ങൾ നല്ല ക്യാരക്ടറുള്ള ഒരാളാണ്, നല്ല ആളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ പബ്ലിക്കിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കിനോട് സംസാരിക്കുമ്പോൾ ഭയങ്കര അഹങ്കാരമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾ നന്നായിട്ടായിരിക്കും നിങ്ങളുടെ ഒരു സ്റ്റൈല് നിങ്ങൾ ഏറ്റെടുത്തായിരിക്കും അത്. പക്ഷേ അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴത്തേനും കാണുന്ന പ്രേക്ഷകർ പിന്നെ പ്രൊവോക്കാവും. ഇവരുടെ ഈ വീഡിയോക്ക് ഞാൻ കമൻറ്റ് ഇട്ടായിരുന്നു, മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അത് പ്രശ്നമില്ല. നമ്മൾ വലിയ ആളൊന്നുമല്ല, നമ്മൾ പാവങ്ങൾ, ചോട്ടാ മോട്ട. നമുക്ക് മില്യൻസ് ഒന്നുമില്ല, 7000 നെഗറ്റീവ് ഒന്നുമില്ല, പോസിറ്റീവ് ഇല്ല, ഒന്നുമില്ല, പാവങ്ങൾ. സത്യത്തിൽ എനിക്കാണോ കുഴപ്പം നിങ്ങൾക്കാണോ കുഴപ്പം? രേണുസുധി പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാനിത് ക്ലോസ് ചെയ്യാണ്. എനിക്ക് നിങ്ങളെ എനിക്ക് രേണുസുധി പറയുന്നതിന് മുമ്പേ എനിക്കാണോ കുഴപ്പം നിങ്ങൾക്കാണോ കുഴപ്പം? അതായത് ഞാനൊരു വീഡിയോ ഇട്ടു, 7000 പേര് എന്നെ നെഗറ്റീവ് പറഞ്ഞു, പോസിറ്റീവ് അങ്ങനെ വന്നിട്ടില്ല. എനിക്കാണോ കുഴപ്പം നിങ്ങൾക്കാണോ കുഴപ്പം? 7000 പേർക്ക് ഒന്നിച്ചു കുഴപ്പമുണ്ടാവോ? അതോ ഒരാൾക്കായിരിക്കും കുഴപ്പം? ചിന്തിച്ചു നോക്കിയേ. ഞാനൊന്നും പറയുന്നില്ല. ഇനി രേണുസുധി പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറ. ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ചാനലും ഈ പറയപ്പെടുന്ന ഈ ഹോട്ട് സീറ്റിന്റെ നിങ്ങൾ ഇനി മനസ്സിലായിക്കോളൂ. ഇനി ചിലപ്പോൾ ഇതിലും വലിയ അതിഥികളും ഇതിലും വലിയ കൊള്ളക്കങ്ങളും ഉണ്ടായേക്കാം. ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കാം അതിന്റെ ഹോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കാം, ഞാനോ വേറെ ആരെങ്കിലും ആയിരിക്കാം. ബട്ട് അപ്പോഴും ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഗസ്റ്റിന്റെ ഫുൾ 100% പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് ഹോട്ട് സീറ്റിൽ ഓരോ ആൾക്കാരും കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ രേണുസുധിനെ പോയി ക്ലാരിഫൈ ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം ഇതിന് ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും തെളിവിച്ചാൽ പോയി, നിങ്ങൾ തെളിവിച്ചാൽ കുഴപ്പമില്ല. എങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇതിന് മെഴുകുന്നേ? കുഴപ്പമില്ലെങ്കിൽ ആ വഴിക്ക് അങ്ങ് വിട്ടാൽ പോരെ? 7000 പേര് കമന്റ് ചെയ്ത് എനിക്ക് കുഴപ്പമില്ല, ബട്ട് ഐ എം ഹാപ്പി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നമ്മളിതിന് ന്യായീകരിക്കുന്നേ? നമുക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടോ മൈൻഡ് ചെയ്യാൻ പാടില്ല. എന്നിലൂടെയെങ്കിലും നിങ്ങൾ രേണുസുധിയെ റെസ്പെക്ട് ചെയ്യുകയും രേണുസുധി ഗ്രേറ്റ് എന്ന് പറയും വായിക്കുന്നതിൽ ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. എന്റെ കണ്ണുകൾ നോക്കിയിട്ട് കള്ളം പറയുന്നു. ഭയങ്കര കോൺഫിഡൻസ് കാണാൻ സാധിക്കുന്നില്ലേ? കണ്ണുകളിൽ നോക്കിയിട്ട് കോൺഫിഡൻസോ? ആ കണ്ണുനീരൊന്ന് തുടച്ചിട്ട് പറയാമോ? അതങ്ങ് ഇത് വിഷമിച്ചിരുന്ന് പറഞ്ഞിട്ട് എന്റെ കണ്ണുകളിൽ കാണുന്നില്ല ആ കോൺഫിഡൻസ്. കാണുന്നുണ്ട്, നല്ല കോൺഫിഡൻസ്. ഇമാതിരി കോൺഫിഡൻസുകൾ ഇനിയും ഉണ്ടാക്കാൻ വേണ്ടി എന്റെ ആശംസകൾ നേരുന്നു. ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പൊ രേണുസുധിയെ നിങ്ങൾ ഇനിയും പുകഴ്ത്തുക, ഇനിയും അത് കയറട്ടെ. മില്യൺ അടിച്ച് 2 മില്യൺ 3 മില്യൺ അടിച്ച് പോട്ടെ. അപ്പൊ കമന്റ്സ് എനിക്ക് ഇതിൽ തെളിവന്നോട്ടെ. അപ്പോഴും രേണുസുധി അംഗീകരിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിലും നീയൊക്കെ രേണുസുധി അംഗീകരിച്ചല്ലോ. അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് തുണി അഴിക്കാതെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാതെ അന്തസ്സായിട്ട് അഭിനയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു സ്ത്രീയെ യൂട്യൂബ് ബുള്ളിങ്ങിന്റെ പേര് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന്റെ പേര് വലിച്ചു കയറിയ നിന്നെ പോലുള്ള മക്കളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതെന്താ പറയാനില്ലാത്തേ? എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അതായത് രേണുസുധിയെ കുറ്റം പറയാത്ത 99.5% ആളുകളിൽ ഞാനില്ല. 1% ആളുകളിൽ കുറ്റം പറയാത്ത ഒരാളാണ് ഞാൻ. നമുക്കിനി അത് പറയാൻ പറ്റത്തില്ല. നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്നിരുന്നു കുറ്റമാണ് പറഞ്ഞത് അല്ലേ? കമന്റ് ബോക്സിൽ വന്നിരുന്ന കമന്റുകളൊക്കെ എടുത്തിട്ട് അവരോട് ശരം പോലെ വർഷിക്കുന്നതല്ല ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങൾ കോപ്പി അടിക്കണമെന്നോ നിങ്ങൾ അവരെ കണ്ടുപിടിക്കണമെന്നല്ല. നിങ്ങൾ റെഫർ ചെയ്യുക, റോഹൻ ഒന്ന് റെഫർ ചെയ്യുക. പുള്ളിക്കാരൻ ഇതേ ഹോട്ട് സീറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഗസ്റ്റിന് അവരുടെ മാന്യത കൊടുക്കാതെ, എന്നാൽ വ്യൂവേഴ്സ് ചൊറിയണമെന്ന് ആഗ്രഹിക്കുന്ന ചൊറിയാണ് ചൊറിയുന്നത്. നിങ്ങൾ ചൊറിഞ്ഞ ചൊറി ശരിയായില്ല. അതാണ് അതിനകത്തെ പ്രശ്നം. നിങ്ങളെ ഇന്റർവ്യൂ നല്ലതാണ്, നിങ്ങളുടെ സ്കില്ല് നല്ലതാണ്, പക്ഷെ നിങ്ങളുടെ അവതരണം ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ് നീ ആരുടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരുമില്ല. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ വ്യൂവേഴ്സ് വെറും പൊട്ടന്മാരാണ്, ഞാൻ ഹാപ്പിയാണ്, എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഹാപ്പിയാണ്, എൻ്റെ പ്രോഗ്രാം ഡയറക്ടർ ഹാപ്പിയാണ്, പിന്നെ നിനക്കൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും ഇവനൊക്കെ ഉണ്ടെങ്കിലേ ഈ പറയുന്ന പ്രോഗ്രാമും പ്രോഗ്രാം പ്രൊഡ്യൂസറും പ്രോഗ്രാം ഡയറക്ടറും പ്രോഗ്രാം ഹോസ്റ്റും എല്ലാം ഉള്ളൂ. കാണുന്ന വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ ഈ വീഡിയോ പടച്ചു വിടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 100% ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ മെജോറിറ്റി ആളുകളെങ്കിലും തൃപ്തിപ്പെടണം. അല്ലാതെ ചുമ്മാ വന്നിട്ട് ഞാൻ ചോദിക്കും, ഞാൻ കേൾക്കും, നിനക്കൊക്കെ എന്താടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചുണ്ടാക്കി നിങ്ങൾക്ക് അവിടെ വെച്ചാൽ പോരെ. എന്തിന് പബ്ലിക്കിലേക്ക് വിടുന്നേ? നമുക്ക് കാണാനില്ലേ അല്ലേ? അപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളെ നിങ്ങൾ മാനിക്കുക. നെഗറ്റീവ് വരുന്ന വെറും 20 കമന്റുകളല്ല ഞാൻ പറയുന്നത്. പക്ഷെ ക്രിറ്റിസിസം നിങ്ങൾ അംഗീകരിക്കാൻ ശ്രമിക്കുക. ഇല്ല ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ച മൊയില് 3 കൊമ്പ്, അങ്ങനെയാണ് 3 കൊമ്പും കൊണ്ട് ഇരിക്കത്തുള്ളൂ. ബാക്കി പറ.
കഷ്ടപ്പെട്ട് തുണി അഴിക്കാതെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാതെ അന്തസ്സായിട്ട് അഭിനയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു സ്ത്രീയെ യൂട്യൂബ് ബുള്ളിങ്ങിന്റെ പേര് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന്റെ വലിച്ചു കയറിയ നിന്നെ പോലുള്ള മക്കളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോ ഈ സൈബർ ബുള്ളിങ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അവരെ കൊടുക്കാൻ വേണ്ടി തന്നെയല്ലേ ഹോട്ട് സീൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തത്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ ഈ മകനെ കുറിച്ച്, സുധിച്ചേട്ടൻ ഡ്രൈവേഴ്സ് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ അതൊക്കെ തന്നെയല്ലേ നമ്മൾ ചോദിച്ചത്. നിങ്ങൾ നിലപാടിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാനേ പാടില്ല. നിങ്ങൾ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നിങ്ങൾ ആ സ്ഥാനത്തെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല. ബാക്കി പറ. എന്തായാലും ഇതിൽ ചാനൽ ഹാപ്പിയാണ്, രേണുസുതി ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അത്ര മാത്രമേ എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളൂ. ഇനി നീയൊക്കെ എന്തൊക്കെ ഒന്ന് പറ, എന്റെ ചാനൽ അടി എന്തൊക്കെ പറയുന്നത് ഞാനൊന്ന് കാണട്ടെ. ഓക്കെ, അപ്പൊ ബൈ. കണ്ണ് നിറച്ചും വയറ് നിറച്ചും കാണുന്നുണ്ടല്ലോ. ഇവർ പറയുന്നുണ്ടായിരുന്നു ഈ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ലെന്ന്. ആ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആവാനുള്ള സാധ്യത ഉണ്ട്. കമന്റ് ബോക്സിൽ തെറിവിളുകളുടെ പൂരം വരുന്നുണ്ട്, സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും നിങ്ങളുടെ ജോലിയൊക്കെ അടിപൊളിയാണ്, അതിനെ ജോലിയായിട്ട് തന്നെ കാണുന്നു. ആ ഷോയുടെ അല്ലെങ്കിൽ ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഡയറക്ടർ പറയുന്ന രീതിയിൽ ആ ഷോ മുന്നോട്ട് പോകാൻ പറ്റും. ചൊറിയിൽ തന്നെ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മൾ പല ചാനലിൽ ഇരുന്നിട്ട് രേണുസുധീനെ ന്യായീകരിച്ച് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഒപ്പോസ് ചെയ്ത് പറയുമ്പോഴത്തേനും ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിലപാട് എന്ന് പറയുന്ന സാധനം നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ അടുത്തവന്റെ നിലപാടിനെ കുറിച്ച് പുജ്ഞിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. ഏതായാലും രേണുസുധിയെ ഏറി നിറക്കിയതിന് നന്ദിയുണ്ട് കേട്ടോ. അതിന്റെ മേളിൽ കയറി പോയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ.